PR അരവിന്ദ് കൂടി ചേരുന്നു. അരവിന്ദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൽ പോയി വന്നതേ ഉള്ളൂ. ഈ യുദ്ധത്തിൽ ഇറാനിലടക്കം ഒരുപാട് ഇന്ത്യക്കാരുണ്ട്. ഈ പറയുന്ന മേഖലകളിലൊക്കെ ഒരുപാട് ഇന്ത്യക്കാർ ഉണ്ട്. എന്താണ് ഈ വിഷയത്തിൽ രാഷ്ട്രത്തിന്റെ നിലപാട്? റദ്ദാക്കിയ വിമാനങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ എന്താണ് അരവിന്ദ്? കാശ്മീർ അല്പസമയം മുമ്പാണ് ഈ വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു പ്രതികരണം വരുന്നത്. കടുത്ത ആശങ്ക തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും ഇറാനിലടക്കം നിരവധി ഇന്ത്യക്കാരുണ്ട്, ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ വിനോദസഞ്ചാരത്തിന് എത്തിയവരുണ്ട്. ഇവരുടെ സുരക്ഷയിൽ കടുത്ത ആശങ്ക തന്നെയാണ് തുടരുന്നത്. എന്തായാലും മതിയായ നിർദ്ദേശങ്ങൾ എല്ലായിടത്തെയും എംബസികൾ ഈ ഇന്ത്യൻ പൗരന്മാർക്ക് നൽകിയിട്ടുണ്ട്. പരമാവധി സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണം, അതോടൊപ്പം തന്നെ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ എംബസി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതേസമയം വലിയ രീതിയിലുള്ള ആശങ്ക അറിയിക്കുന്നതിനോടൊപ്പം തന്നെ നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിക്കണമെന്നതാണ് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത്. ഇരു രാജ്യങ്ങളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ നടത്തി ഇതിലുള്ള ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് പോകണം എന്നതാണ് ഇന്ത്യ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം മറ്റ് ആക്രമണങ്ങളെ അപലപിക്കാനൊന്നും ഇതുവരെ ഇന്ത്യ തയ്യാറായിട്ടില്ല. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേൽ സന്ദർശനം കഴിഞ്ഞ് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനടക്കം വലിയ വിമർശനം പ്രതിപക്ഷ പാർട്ടികൾ തുടരുകയാണ്. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് തന്റെ 2 സുഹൃത്തുക്കളോടും യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടണമെന്നതാണ് കോൺഗ്രസ് അടക്കം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഒരു പ്രതികരണമൊന്നും ഈ വിഷയത്തിൽ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ നിരവധി വിമാനം, നമുക്കറിയാം എയർ ഇന്ത്യ അടക്കമുള്ള വിമാന കമ്പനികൾ ഇന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ഇന്ന് പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എയർ ഇന്ത്യയുടെ അപ്ഡേറ്റ് കൂടി ഇപ്പോൾ ഈ മണിക്കൂറിൽ വരികയാണ്. നാളെ അർദ്ധരാത്രി വരെ വിമാനങ്ങൾ റദ്ദാക്കി എന്നതാണ് ഇപ്പോൾ എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങൾ റദ്ദാക്കിയതായി എയർ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് വിമാന കമ്പനികളും എയർ ഇന്ത്യയുടെ പാത പിന്തുടരും എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിരവധി യാത്രക്കാർ രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ വ്യോമയാന മന്ത്രാലയം ഒരു അടിയന്തര യോഗം ചേരുകയും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വിമാന കമ്പനികൾക്കും അതുപോലെ തന്നെ വിമാനത്താവളങ്ങൾക്കും നൽകിയിട്ടുണ്ട്. എന്തായാലും കടുത്ത ആശങ്കയിൽ തന്നെയാണ് രാജ്യമുള്ളത്. കാരണം 10,000-കണക്കിന് ഇന്ത്യക്കാർ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിലുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ നിരവധി ഇന്ത്യക്കാരുണ്ട്. ഇവരുടെ സുരക്ഷയിലെല്ലാം ആശങ്കകൾ തുടരുകയാണ്. രാത്രിയോടുകൂടി വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിദേശ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും പരമാവധി സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണം, അതുപോലെ തന്നെ എംബസിയും വിദേശകാര്യവും മന്ത്രാലയവും നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഹാഷ്മി, ഖത്തറിലാണ് ഇപ്പോഴും അവിടെ മിസൈലുകൾ ഒന്ന് വീഴുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ജനവാസ മേഖലയിലല്ല. അത് വീഴുന്ന ഇപ്പോഴും അമേരിക്കൻ എയർബേസുകളിൽ തന്നെയാണ്, ജനവാസ മേഖലകളിലേക്ക് അത് വീഴുന്നില്ല. മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള ശ്രമം ആയിരിക്കണം ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ അപകടകരമാവുക. അതിന് ഖത്തർ ഭരണകൂടം തുനിയില്ല എന്ന് തന്നെ കരുതാം. എന്തായാലും അമേരിക്കൻ എയർബേസുകളിലേക്ക് അത് കാര്യമായി തന്നെ വീഴുന്നുണ്ട്. പ്രേക്ഷകർ കാണുന്നത് ഇത് ബഹ്റൈനുള്ള അമേരിക്കയുടെ 4th ഫ്ലീറ്റ് എയർബേസിലാണ്. അവിടെയാണ് ഇറാന്റെ കുറച്ചുകൂടി അത്യാധുനിക മിസൈൽ അയച്ചുകൊണ്ട് ഒരുപക്ഷെ ഇന്നുണ്ടായ എയർബേസ് അറ്റാക്കുകൾ ഏറ്റവും രൂക്ഷമായ അറ്റാക്ക് ഉണ്ടായത് ബഹ്റൈനിലെ 4th ഫ്ലീറ്റ് എയർബേസിൽ തന്നെ കൃത്യമായും പറയാം. അബുദാബി ഇപ്പോൾ നോർമലാണെന്ന് എന്ന് പ്രേക്ഷകർ പറയുന്നു. ദുബായ് ഓക്കെയാണ്. ബഹ്റൈനിൽ ഇപ്പോൾ കാര്യമായൊന്നും കേൾക്കാനില്ല. ഇപ്പോൾ കേൾക്കുന്നത് അത് ഖത്തറിൽ തന്നെയാണ്. നോമ്പുതുറയുടെ ആ സമയം കഴിഞ്ഞതു മുതൽ വീണ്ടും നേരത്തെ ഒരു 3-3.5 മണിക്കൂർ ഖത്തറിൽ നിരന്തര മിസൈലുകളായിരുന്നു. അതിന്റെ തുടർച്ചയിൽ ഖത്തറിലെ അമേരിക്കൻ എയർബേസിലേക്ക് പിന്നെയും കാര്യങ്ങൾ പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.